വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്ത CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കും മിക്കവരും. നമ്മൾ ഡിസംബറിൽ ആണ് ഈ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മൾ ഈ കഴിഞ്ഞ ജൂലൈയിലെ എക്സാം എഴുതിയിട്ടുള്ളവരും ചില ആൾക്കാർ കാലങ്ങളായിട്ട് എക്സാം എഴുതിക്കൊണ്ട് ഇരിക്കുന്നവരും ചില ആൾക്കാർ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും ഈ വീഡിയോ കാണുന്നതും നമ്മുടെ സ്റ്റുഡൻസായിട്ട് ഉള്ളവരും. അപ്പം നിങ്ങൾക്കറിയാം, ഒരു നെറ്റ് പരീക്ഷ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പരീക്ഷകളേക്കാൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കുകയും മറ്റ് പരീക്ഷകൾക്ക് നമ്മൾ വരുത്തുന്ന തെറ്റുകളേക്കാൾ വില നൽകേണ്ടി വരികയും ചെയ്യുന്ന എക്സാമാണ് നെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് CSIR പരീക്ഷ എഴുതുന്ന ആൾക്കാർ കൂടുതലും നമ്മൾ നെഗറ്റീവ് മാർക്കുകൾ കൂടുതൽ വരികയും അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് ഫെയിലാകുകയും ചെയ്യുന്ന ആൾക്കാരാണ്, ക്വാളിഫൈഡ് ആകാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ചെങ്കിലും ആൾക്കാർ. അപ്പോൾ നമ്മൾ അടുത്ത ഡിസംബർ പരീക്ഷയ്ക്ക് മുന്നേ നമ്മളിൽ നിന്നും എലിമിനേറ്റ് ചെയ്യേണ്ട കുറച്ച് കോമൺ മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠനം നേരത്തെ തുടങ്ങാതിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നതാണ്. അത് അജ്ഞതയുടെ ആദ്യത്തെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പരീക്ഷ, നിങ്ങൾ നെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു എക്സാം നിങ്ങൾ എഴുതി അതിൻ്റെ ആൻസർ കീ ഒക്കെ വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ഈ പരീക്ഷയ്ക്ക് ഞാൻ ക്വാളിഫൈഡ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നമ്മളതിൻ്റെ റിസൾട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ മാർക്ക് റിലീസ് ആകുന്നത് വരെയോ റിസൾട്ട് സ്കോർ കാർഡ് വരുന്നത് വരെയോ ഒന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മിക്ക സെൻറ്ററുകളും അവരുടെ എക്സാം ആൻസർ കീ റിലീസ് ചെയ്യും. പിന്നെ പ്രൊവിഷണൽ ആൻസർ കീ CSIR റിലീസ് ചെയ്യും. അതായിരിക്കും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾ അതിനകത്തുനിന്നും അധികം മിസ്റ്റേക്കുകളൊന്നും വരാൻ സാധ്യതയില്ല. പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്നും മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത, അതിനകത്തുനിന്ന് ചേഞ്ച് വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ആ ആൻസർ കീ നിങ്ങൾ വെച്ച് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് വിലയിരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാനുള്ള മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 2-3 തവണത്തെ എക്സാമുകളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു 50% മാർക്കിന് മുകളിലുണ്ടെങ്കിൽ യു വിൽ ബി എലിജിബിൾ ടു ക്വാളിഫൈ നെറ്റ്, ഓർ എന്നെക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈഡ് ഫോർ JRF, ക്വാളിഫൈഡ് ഫോർ PhD ഉള്ളിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറച്ച് മാർക്ക് കുറവ് മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാറ്റഗറിയിൽ നിങ്ങൾ എവിടെ പെടും എന്നുള്ളതിനെ പറ്റി, ഓർ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകുമോ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആവില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഓർ നിങ്ങളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് JRF ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൊട്ടടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പിന്നെ വേറെ നോട്ടിഫിക്കേഷൻ വരാനോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്, നിങ്ങൾ എത്ര തവണ എഴുതിയ ആൾക്കാരാണെങ്കിലും ആദ്യ തവണ എഴുതുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് തന്നെയാണ്. അതാണ് വേറൊരു കോമൺ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും പേപ്പറിൽ നിന്ന് പഠിച്ചു തുടങ്ങും. ചില ആൾക്കാർ അറ്റമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പഠിക്കുന്നത് എന്താണ്, ഓർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പഠിച്ചു തുടങ്ങുന്നത് എന്താണ്, അവർ പഠിച്ചു തുടങ്ങുന്നത് നമ്മൾ നേരത്തെ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പേപ്പറാണ് അവർ പഠിച്ചു തുടങ്ങുന്നത്. ബട്ട് അതല്ല അതിൻ്റെ രീതി. നിങ്ങൾ ബേസ് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ബേസ് തൊട്ട് കെട്ടിപ്പൊക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യു ഹാവ് ഇനഫ് മാത്തമാറ്റിക്കൽ ടൂൾസ് വിത്ത് യു. ബാക്കി ഏത് പേപ്പറുകൾ പഠിക്കാനുമുള്ള മാത്തമാറ്റിക്കൽ ടൂള് നിങ്ങളുടെ കയ്യിൽ കരസ്ഥമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മറ്റ് പേപ്പറുകൾ മാത്തമാറ്റിക്കൽ ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഫോർമുലാസ്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കി പേപ്പറുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആ പേപ്പറിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് കിടപ്പുള്ളൂ.
ഇപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പേപ്പറുകൾ, കോർ പേപ്പറുകൾ ആദ്യമേ പഠിച്ചു തുടങ്ങണം. ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ദെൻ ഗോ ഫോർ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. യു ക്യാൻ ഐദർ സ്റ്റഡി ഇറ്റ് സൈമിൾട്ടേനിയസ്ലി ഓർ നിങ്ങൾക്കത് സീക്വൻഷ്യലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആദ്യം ക്ലാസിക്കൽ, ദെൻ ക്വാണ്ടം, ഓർ യു ക്യാൻ ഇഫ് യു ആർ ഏബിൾ ഇനഫ് യു ക്യാൻ ടേക്ക് ഇറ്റ് സൈമിൾട്ടേനിയസ്ലി, ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ദെൻ ഗോ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ദെൻ ഗോ ഫോർ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഈ 5 പേപ്പറുകൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഇൻഡെപ്തായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ്സ് എ ടൈം ഫോർ അതർ പേപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ തലതിരിച്ച് പഠിക്കരുത്. ആ തലതിരിച്ച് പഠിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു തെറ്റാണ്. പിന്നെ വേറൊരു തെറ്റ് നമ്മൾ വരുത്തുന്നതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളെ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പഠിക്കാനായിട്ട് ഒരു എക്സാം കഴിഞ്ഞാൽ മറ്റൊരു എക്സാമിലേക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. 4 മാസം 5 മാസമൊക്കെ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളെ റെഫർ ചെയ്തുകൊണ്ടിരുന്നാൽ ഏറ്റവും പ്രശ്നം നമുക്ക് പോർഷൻസ് നീങ്ങത്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ സെറ്റ്ലി അല്ലെങ്കിൽ നിങ്ങൾ ആ ശങ്കർ ഒക്കെ വായിക്കുവാണെങ്കിൽ, സെറ്റ്ലി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബേസിക് സെറ്റ്ലി അല്ലെങ്കിൽ ജെ സക്കുറായി പോലത്തെ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾ യു വിൽ ബി ടേക്കിംഗ് മോർ ദാൻ ത്രൈസ് ദ ടൈം. കാരണം നിങ്ങൾക്ക് ആദ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവരുടെ സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കി അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ കോൺസെപ്റ്റ് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് മാറ്റണം. അപ്പം അത്രയും സമയം നിങ്ങൾക്ക് കൂടുതലാണ് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്, ഇപ്പം നമ്മൾ കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ ഗുണം അതാണ്. ഞങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി ഞങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിനുള്ള കാര്യമാണ്, റെഡി ടു ഈറ്റ് മീലാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. മറ്റേത് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങണം. പച്ചക്കറി അരിയുന്ന കാര്യം മുതൽ നിങ്ങൾ ചെയ്യണം. അപ്പം ഞങ്ങൾ തരുന്നത് ഞങ്ങൾ അവിയായിട്ടങ്ങ് തരികയാണ്, അല്ലേ? അത് നിങ്ങളെടുത്ത് കഴിക്കുക എന്നുള്ള കാര്യം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. സമയം കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത്രയും സമയം നമ്മുടെ മുമ്പിൽ ഇല്ലതാനും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളെ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം, ഏതൊക്കെ പേപ്പറിന് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം നിങ്ങൾ ഒന്ന് ആശ്രയിച്ച്, ബട്ട് അതിനും ഓവർ ഡിപ്പെൻഡൻസ് പാടില്ല. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം ഒന്ന് ആശ്രയിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാതിരിക്കുന്നതാണ്. ആ അസുഖം കൂടുതലായി കണ്ടുവരുന്നത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൂടുതലായിട്ടും കഴിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ആഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ പ്രോബ്ലംസ് വിട്ടുപോകും. ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒരു നെറ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടുന്ന അത്രയും എമൗണ്ട്, അത്രയും ക്വാണ്ടിറ്റി ഓഫ് പ്രോബ്ലംസ് അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഓഫ് പ്രോബ്ലംസ് മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും ഇല്ല. അവർ കൂടുതലായിട്ടും കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഓരോ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും പുറകിൽ പ്രോബ്ലംസ് കാണും. ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. അപ്പം പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിനെ കൂടുതലായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്കൽ ബേസ് നല്ലപോലെ ഉണ്ടാവണം, ന്യൂമറിക്കൽ എബിലിറ്റി നല്ലപോലെ ഉണ്ടാവണം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ആ ഒരു എബിലിറ്റിയും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവണം. അപ്പം പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ വരുന്ന കോമൺ മിസ്റ്റേക്കാണ് നമ്മുടെ ടൈം മിസ്മാനേജ്മെൻറ്റ്. അപ്പം കൂടുതൽ സമയം ഏത് പേപ്പറിന് നമ്മൾ ചിലവഴിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയസാധ്യത. ഇപ്പോൾ കൂടുതൽ സമയം നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് പോലത്തെ പേപ്പറുകൾക്ക് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഇത്രയും സമയം പഠനത്തിനായി ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് കോർ പേപ്പറുകൾക്കാണ്. കോർ പേപ്പറുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അതിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി പേപ്പറുകൾ പഠിക്കാനുള്ള ബേസിക് നോളജ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ക്രോണിക് പെന്നി മോഡൽ, ബാൻഡ് തിയറി, ഇതൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്.
പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലത്തിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെ വരുന്നത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബേസിക് കാര്യങ്ങൾ അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും ആ കോർ പേപ്പറുകൾ പഠിക്കാനായിട്ട് കുറച്ചുകൂടി എഫർട്ട് ഇട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ബാക്കി പേപ്പറുകൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ പേപ്പറുകളെല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ട പഠനത്തിൽ മറ്റൊരു കാര്യം, നിങ്ങൾ പഠിക്കുന്നത് കൂടുതൽ എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ നമ്മൾ ഫോണിൽ റീല് കാണുന്നത് പോലെ പ്രോബ്ലമൊക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായും ഈ വീഡിയോ കാണുന്ന സമയം മുതൽ നിങ്ങൾ എഴുതി പഠിക്കുക. ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പോൾ ഫോർമുലയാണെങ്കിലും നിങ്ങൾ വായിക്കുന്ന കൂടെ നിങ്ങളത് എഴുതിയും കൂടെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ബയോസ് അവാർഡ്സിലോ ഞാൻ പഠിക്കുന്നു, മ്യൂസോഡ് ബൈ 4π × IDR/R³ അതെനിക്കറിയാം അല്ലേ? അപ്പോൾ അതറിയാമെങ്കിലും ഞാനത് എഴുതി പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് കൂടുതൽ എനിക്ക് എൻ്റെ മെമ്മറിയിൽ രജിസ്റ്റർ ആവും. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും എഴുത്തിനെ ആശ്രയിക്കുക, എഴുതി പഠിക്കുക. ഒരു ഫോർമുല പഠിക്കാൻ, ഒരു ഇക്വേഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ എഴുതി 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 തന്നെ ചെയ്യുക. പിന്നെ വരുന്ന വേറൊരു നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റെപ്പുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വളയത്തിൽ കൂടി തന്നെ ചാടി പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ വളയമില്ലാതെ നമ്മൾ ചാടി പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകും, വളയമില്ലാതെ ചാടാൻ നമ്മൾ പ്രാപ്തരാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും വളയം വേണം എന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മൾ കുറേ സ്റ്റെപ്പുകൾ കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സ്റ്റെപ്പുകൾ കുറയ്ക്കുക. കാരണം നമുക്ക് ഫൈനൽ എക്സാമിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആ സമയത്തേക്ക് മാത്രം നമ്മൾ മാറ്റി വെക്കേണ്ട ഒന്നല്ല. പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രം സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ ഞാൻ ഫൈനൽ എക്സാമിന് ഞാൻ അപ്പിയർ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തോളാം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനിഷ്യലി നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കൂടുതൽ വേണ്ടി വരും കേട്ടോ. നമ്മൾ പോകെ പോകെ ഈ സ്റ്റെപ്പുകളൊക്കെ കുറയ്ക്കാൻ പ്രാപ്തരാകും. ആ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനക്കണക്കാണ് അല്ലേ? നമ്മൾ മനസ്സിലിട്ട് കുറേ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് അതുവഴി കുറേ, ഇപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ കുറേ അപ്രോക്സിമേഷൻസ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? ഇപ്പം π² എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ 3.14 × 3.14 വർക്കിംഗ് ഗോളൊക്കെ വരച്ച് അതിനകത്ത് 3.14 × 3.14 എന്നൊക്കെ എഴുതി ഗുണിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ 2 പ്രോബ്ലം ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്. അപ്പോൾ π² എന്നുള്ളത് 10, അപ്രോക്സിമേറ്റ്ലി 10 എന്നങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ പണിയും തീർന്നു. അപ്പോൾ ഇങ്ങനത്തെ അപ്രോക്സിമേഷൻസ് എടുക്കാൻ, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ചെയ്തിട്ട് കുറേ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന വേറൊരു കാര്യം, നമ്മൾ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇപ്പോൾ ആപ്പിലെ ക്ലാസ്സുകളാണല്ലോ നിങ്ങൾ കാണുമ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഉത്തരം ഇതാണെന്ന് നമുക്കറിയാം. കുറേ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ കുറച്ച് മെമ്മറി പവർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഉത്തരം ഇതാണ് എന്ന് നേരത്തെ നമ്മൾ മനസ്സിൽ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതൊരു ഫ്രഷ് പ്രോബ്ലം ആണെന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഉത്തരം എനിക്കറിയാം, അതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള വിധത്തിലാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര പ്രോബ്ലം ചെയ്തിട്ട് പോയാലും നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഈ പ്രോബ്ലം ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ തവണ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതൊരു ഫ്രഷ് പ്രോബ്ലം, അല്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഓരോ പ്രോബ്ലത്തിനെയും കാണാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ പരീക്ഷകൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കുറേ മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയുമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം നമ്മുടെ പഠന സമയത്ത് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. പിന്നെ പഠന സമയത്ത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത്, ഏറ്റവും അവസാനം ഞാൻ വെച്ചിരുന്നത് അതിനാണ്, നമ്മൾ റിവൈസ് ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്? ഫൈനൽ എക്സാമിൻ്റെ സമയത്താണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം, ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ റിവിഷന് വേണ്ടി സമയം കണ്ടെത്തിക്കോണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അര ദിവസമെങ്കിൽ അര ദിവസം, അത് മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ
നേരത്തെ പഠിച്ചിട്ട് കടന്നുപോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനകത്തെ പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടി ചെയ്ത് നോക്കണം. എല്ലാം എന്താണ് കമ്പ് വായിച്ച് നോക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ആ ഫോർമുലാസ്, അതിൻ്റെ ട്രിക്കുകൾ എന്താണ്, ഇങ്ങനൊരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സമയാസമയങ്ങളിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും. അവസാനം പഠിക്കുന്ന കാര്യം മാത്രമേ നമ്മുടെ തലയിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതും ആദ്യം കഷ്ടപ്പെട്ടതും ഒക്കെ വേസ്റ്റായി പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ റിവിഷന് വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ CCA സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വീക്കിലി 2 എക്സാമുകൾ വീതം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം വീക്കിലി 2 എക്സാമുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ആ 2 എക്സാമിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോ കുഞ്ഞു റിവിഷൻ ടെസ്റ്റുകൾ വീക്കിലി എക്സാമുകളിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മന്ത്ലി ക്യുമുലേറ്റീവ് എക്സാം നടത്തുന്നുണ്ട്. അതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ക്യുമുലേറ്റീവ് എക്സാമുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരാൾ പോലും ആ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റിവൈസ് ചെയ്യാൻ നിർബന്ധിതരാകും. ശരിയല്ലേ? നമ്മൾ റിവൈസ് ചെയ്യണമെന്ന് പല കൂടി പറഞ്ഞാലും നമ്മളാരും അത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കി റിവൈസ് ചെയ്ത് എക്സാമുകളൊക്കെ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയം ഒഴിവാകും, പ്രോബ്ലം ചെയ്യാനുള്ള പേടി നമുക്ക് ഒഴിവാകും, എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യാനുള്ള പേടി നമുക്ക് ഒഴിവാകും. നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ എഴുതിക്കൊണ്ടിരുന്ന, നമ്മൾ ഇത്രയും നാൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന എക്സാമിൻ്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രം നിങ്ങൾ കാണുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സാമുകളെ കാണണം, അത് അറ്റൻഡ് ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ലൈവുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മളെപ്പോഴും ആഴ്ചയിൽ 4-5 ലൈവുകളൊക്കെ നമ്മൾ നടത്തും. അപ്പോൾ ആ ലൈവുകൾക്കൊക്കെ നിരന്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ ഓരോ ലൈവിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈവിലെ പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ പ്രോബ്ലംസ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനും ആ പ്രോബ്ലംസ് കൂടുതൽ നന്നായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനത്തെ ഫ്രെയിം ചെയ്യുക. പിന്നെ പ്രോപ്പർ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ടൈം ടേബിൾ ഇല്ലാതെ പഠിക്കുമ്പോൾ നമുക്ക് എത്ര സമയം എത്ര കാര്യങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു വിധത്തിലുള്ള മാർഗ്ഗവും ഇല്ലെന്നായി പോകും. നമ്മൾ CCയിൽ നമുക്ക് ടൈം ടേബിളുണ്ട്. ആ ടൈം ടേബിൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഒരു മാറ്റം പോലും വരുത്തരുത്. പിന്നെ എന്തെങ്കിലും മാനുഷികമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റി ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് വേറൊരു ദിവസം നിങ്ങളതിന് വേണ്ടി കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ ഇരട്ടി അധ്വാനിക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണം. ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നതാണ്, നമ്മളിവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും, ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലേ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് കൂടുതൽ സമയം പഠിക്കാൻ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തെ പ്രശ്നം അവരാരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ഇടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ 17 മണിക്കൂർ 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ നിരന്തരം ഇതിനുവേണ്ടി മാത്രം പഠിക്കുന്ന, ഫുൾ ടൈം ഇതിനുവേണ്ടി മാത്രം കോച്ചിങ്ങിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന ആൾക്കാരോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന മാർക്കിനെ വെച്ചിട്ടാണ് നമ്മുടെ പെർസെൻറ്റൈൽ സ്കോറും നമ്മുടെ റാങ്കും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അവരോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഒന്നുകിൽ നമുക്ക് നല്ല ബുദ്ധി വേണം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അധ്വാനിക്കണം. ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് കൂടുതൽ അധ്വാനിക്കുന്നതാണ്. കാരണം നമുക്ക് ബുദ്ധി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, അല്ലേ? നമ്മൾ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ അഡീഷണൽ ഹാർഡ് ഡിസ്ക് വെക്കുന്ന പോലെ നമുക്ക് ബുദ്ധി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കൂടുതൽ അധ്വാനിച്ചാൽ അതിനനുസരിച്ച്, കൂടുതൽ സമയം ചിലവഴിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി അടുത്ത ഡിസംബർ എക്സാമിലേക്ക് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ CSIR ഡിസംബറിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു JRF വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക വഴി നിങ്ങളുടെ കരിയറിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് ഫിസിക്സ് പഠിക്കാനും നല്ല എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും നല്ല വിജയം നേടാനും ഈ JRF വിക്ടറി ബാച്ച് നിങ്ങൾക്ക് ഉപയുക്തമാകും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ, നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ JRFോട് കൂടി ക്വാളിഫൈ ചെയ്യാം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട.
അപ്പോൾ we all welcome you to Competitive Cracker. Let us study together. Thank you.